പെയിന്റിംഗ് വർക്കുകളൊക്കെ എളുപ്പത്തിൽ ചെയ്യല്ലോ എന്നോർത്ത് ഐബലിന്റെ ഒരു പെയിന്റ് സ്പ്രേയർ വാങ്ങിയതാണിത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 2 വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട്. ഇതുപോലത്തെ പെയിന്റ് സ്പ്രേയർ ഇപ്പോൾ നമുക്ക് പല റേറ്റിന്റെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ വാങ്ങിയ ടൈമിൽ 2500 രൂപയായിരുന്നു റേറ്റ്. ഈ പെയിന്റ് സ്പ്രേയർ വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, ഇനി വാങ്ങിക്കഴിഞ്ഞാൽ കാശ് പോയാലെന്നൊക്കെ ഓർത്ത്. പക്ഷെ നമ്മൾ നോക്കി ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെഷീൻ വാങ്ങിയാലുള്ള ഗുണങ്ങളും അതുപോലെ ഇതിന്റെ പോരായ്മകളും പറയാം. ഇതിന്റെ ഫ്രണ്ടിലുള്ള നോസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, സർക്കുലർ ഇങ്ങനെ 3 രീതിയിൽ പെയിന്റിംഗ് ചെയ്യാൻ പറ്റും. ഈ പെയിന്റ് സ്പ്രേയറിന്റെ മോട്ടർ വരുന്നത് 400 വാട്ടിന്റെ ആണ്. പിന്നെ ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി 800 ml ആണ്. ഈ പെയിന്റ് സ്പ്രേയർ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എയർ കംപ്രസറൊക്കെ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യണേ അത്ര ഫിനിഷിംഗ് ഒന്നും ഇതിൽ കിട്ടില്ല. ഞാനിപ്പോൾ ഈ പെയിന്റ് സ്പ്രേയർ വാങ്ങിയിട്ട് കുറേ നാളായി, എന്നിട്ട് ഉപയോഗിച്ചിട്ട് ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതുപോലെയുള്ള പെയിന്റ് സ്പ്രേയർ വാങ്ങിയാൽ നമുക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് കുറച്ച് ഐഡിയയും പിന്നെ നല്ല കൈ ബാലൻസ് ഉണ്ടായാൽ മാത്രമാണ് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ മെഷീന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ഉപയോഗശേഷം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എല്ലാം ബ്ലോക്കായി മൊത്തം അടഞ്ഞു. അങ്ങനെ കുറെ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് അധിക സമയം പെയിന്റ് അടിക്കാൻ പറ്റില്ല, അപ്പോഴത്തന്നെ ഇത് ഹീറ്റ് ആവും. നമ്മൾ എയർ കംപ്രസറൊക്കെ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യണ പോലെ കുറച്ച് പെയിന്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുമ്പോൾ കുറച്ചധികം പെയിന്റ് വേണം. ഉപയോഗശേഷം ഇതിന്റെ ടാങ്കിൻ നോസിലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിലും കുറച്ചധികം ടിന്നർ വേണ്ടി വരും. സാധാരണ നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യണ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പെയിന്റിംഗ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.